ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ മാത്സിലെ 11th ചാപ്റ്റർ ഏതാണ്? വിത്തിൻ നമ്പേഴ്സ് അല്ലേ, സംഖ്യകൾക്കുള്ളിൽ. ആ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ്, പാർട്ട് 3 ആണ് കേട്ടോ. അപ്പം പാർട്ട് 1, 2 ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെടുക്കുന്നത് 128 പേജ് നമ്പർ 128 കോമൺ ഫാക്ടേഴ്സ് എന്നുള്ള ഭാഗം മുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതാണ് ഇനി മുന്നോട്ട് നമ്മൾ പഠിക്കുന്നത്. ഹൗ ഡിഡ് യു ഡു ദ ലാസ്റ്റ് പ്രോബ്ലം ഓഫ് ദ പ്രീവിയസ് സെക്ഷൻ? അപ്പോൾ അത് കഴിഞ്ഞതിലുള്ള 210 ഡിവൈഡഡ് ബൈ 42 ഉണ്ടല്ലോ, ആ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അതിലുള്ള കോമൺ ഫാക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന്. അപ്പോൾ 210 ഡിവൈഡഡ് ബൈ 42 ആണ് അല്ലേ. അപ്പോൾ ഇതിലെ കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എങ്ങനെ ചെയ്തത്? 210 ഡിവൈഡഡ് ബൈ 42 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 21 ഇങ്ങനെ എഴുതാം. അങ്ങനെ എഴുതുന്ന സമയത്ത് എങ്ങനെ ആദ്യം നമ്മൾ 210നെ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 210 ഡിവൈഡഡ് ബൈ 2 = എത്രയാ? ഏതൊരു സംഖ്യയെയും ഏതൊരു നമ്പറിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ 105 അല്ലേ, 105 ആണ് കിട്ടുന്നത്. ഇനി ഏതിനോടാണ് അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്? 21നെ കൊണ്ടാണ് അല്ലേ. അപ്പോൾ 105 ഡിവൈഡഡ് ബൈ 21. അപ്പോൾ നമുക്ക് ഈ 21നെ ഒരു സമയത്ത് ഒപ്പരം ഡിവൈഡ് ചെയ്യാതെ നമുക്കൊന്ന് വിഭജിക്കാം, ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാ? 105 ഡിവൈഡഡ് ബൈ 21ൻ്റെ വേറെ ഏതെങ്കിലും 2 ഫാക്ടേഴ്സ് എടുത്തേ. 3 × 7 അല്ലേ. 3 × 7 എത്രയാ? 21 ആണ്. അങ്ങനെയെങ്കിൽ ആദ്യം 105നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടി? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 35 3 ആണ് 105. ഇനി 35നെ ഏത് കൊണ്ടാ? 7 കൊണ്ട്. 35 ഡിവൈഡഡ് ബൈ 7 = എത്രയാണ്? 5 ആണ് അല്ലേ. 5 × 7 ആണ് 35. അപ്പോൾ ഇതിലുള്ള കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു നമ്പറിനെ ഏതിനൊക്കെ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ അതാണ് കോമൺ ഫാക്ടേഴ്സ്. ഈ ഒരു നമ്പറിനെ മാത്രമല്ല, ഇതിനെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോമൺ ഫാക്ടേഴ്സ്. അതിൽ ഇതിലേതൊക്കെയാണ്? 2 വന്നിട്ടുണ്ട്. പിന്നെയോ ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ 21നെ സ്പ്ലിറ്റ് ചെയ്തു. ഏതാണ്? 3 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? 2, 3, 7. ഓക്കെ അല്ലേ. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. 168 ഡിവൈഡഡ് ബൈ 24. അപ്പോൾ നമുക്ക് 168നെ 24 ഫാക്ടേഴ്സ് എങ്ങനെ എഴുതാം? 2 × 12 എഴുതാം. അങ്ങനെയെങ്കിൽ 168 ഡിവൈഡഡ് ബൈ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹാഫ് 84. ഇനി 84 ഡിവൈഡഡ് ബൈ ഏതിനോടാ? 12നോട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഈ 12നെ നമുക്കൊന്ന് മാറ്റി എഴുതാം. 84 ഡിവൈഡഡ് ബൈ 12 എന്നുള്ളത് ഇവിടെ 2 ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് 2 × 6 എടുക്കണ്ട, 3 × 4 എടുക്കാം. 84 ഡിവൈഡഡ് ബൈ 3 എത്രയാ? 28. 3 ആണ് 84. ഇനി 28നെ ഡിവൈഡ് ചെയ്യണം ഈ 4 കൊണ്ട്. അപ്പോൾ എത്രയാണ്? 7 ആണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൻ്റെ കോമൺ ഫാക്ടേഴ്സ്? 2, 3, 4 അല്ലേ. ഈ 3 എണ്ണമാണ് അല്ലേ ഇതിൻ്റെ കോമൺ ഫാക്ടേഴ്സ്. ഇതുപോലെയാണ് നമ്മൾ കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള ആൻസർ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 2 നമ്പറിലും 2 നമ്പറിലും വരുന്ന സെയിം ആയിട്ടുള്ള ഫാക്ടേഴ്സ് റിമൂവ് ചെയ്താൽ ബാക്കി വരുന്ന നമ്പറാണ് എന്ത്? ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ. ഓക്കെ ആണോ? അതിനിവിടെ എക്സാമ്പിളായിട്ട് 90യെയും 80നെയും ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. 90യെ 9 × 5 എത്രയാണ്?
45 ആണ്. 45 ഇൻറ്റു 2 90 ആണ്. ഇനി 18 എങ്ങനെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതുക? 9 ഇൻറ്റു 2 18 ആണ്. അപ്പോൾ 90ക്ക് 9 5 2 ഉണ്ട് ഫാക്ടേഴ്സ്. 18നോ 9 2 ഉണ്ട്. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 9ഉം 2 ആണ് അല്ലേ. അപ്പോൾ കോമൺ അല്ലാത്ത ഫാക്ടേഴ്സ് ഏതാ? ഒറ്റയ്ക്കുള്ള ഫാക്ടേഴ്സ് 90യിലുള്ള 5 ആണ്. അപ്പോൾ അതായിരിക്കും 90 ഡിവൈഡഡ് ബൈ 18 എന്നുള്ളതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് പ്രോബ്ലംസ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. രണ്ടാമത്തേത് 600 ഡിവൈഡഡ് ബൈ 150 ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ചെയ്ത് നോക്കാതെ തന്നെ എഴുതാൻ പറ്റുമോ നോക്കാം. 600 ആവണമെങ്കിൽ 50 എടുക്കാം. എത്രയാ? 10 ഇൻറ്റു 5 എത്രയാ വരിക? 50 ആണ്. 50 ഇൻറ്റു എത്ര? 50 ആണ് 600. എത്ര 50യാ? അപ്പോൾ 10 ഇൻറ്റു 5 50. 50 ഇൻറ്റു 3 എത്രയാ? 150. 150 ഇൻറ്റു എത്ര? 150 ആണ് 600 4 ആണ് അല്ലേ. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി 150ൻ്റെ എത്രയാ? 10 ഇൻറ്റു 5 ഇൻറ്റു എത്രയായി? 10 ഇൻറ്റു 5 50 ആയി. ഇൻറ്റു 3 150 ആയി. അപ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ 10 ഉണ്ട്, ഇവിടെയും 10 ഉണ്ട്. ഇവിടെ 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്. ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. അപ്പോൾ ഏതാണ് കോമൺ അല്ലാത്തത് ഫാക്ടേഴ്സ്? ഇത് 4 ആണ്. അപ്പോൾ 4 ആയിരിക്കും 600 ഡിവൈഡഡ് ബൈ 150 എന്നുള്ളതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് ഡൗട്ടിന് വേണമെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. 600 ഡിവൈഡഡ് ബൈ 150. അപ്പോൾ നമുക്ക് 600 ഡിവൈഡഡ് ബൈ 150 എന്നുള്ളത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെഴുതാം? 10 ഇൻറ്റു 5 ഇൻറ്റു 3 ഇതുപോലെ സ്പ്ലിറ്റ് ഇട്ട് എഴുതാം. അപ്പോൾ ആദ്യം 10 കൊണ്ട് 600നെ ഹരിക്കുക. അപ്പോൾ എത്രയാ? ഇതിലുള്ള ഒരു 0 പോയാൽ മതി. അപ്പോൾ 60. ഇനി 60യെ 5 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്രയാ? 10 ഇൻറ്റു 5 ആണ്. പിന്നെ 50. അപ്പോൾ 12 ഇൻറ്റു 5 ആണ് 60. ഇനി 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 4 ആണ് അല്ലേ. 4 ഇൻറ്റു 3 ആണ് 12. അപ്പോൾ ആൻസർ റെഡി അല്ലേ? അടുത്ത പ്രോബ്ലം 900 ഡിവൈഡഡ് ബൈ 180. അപ്പോൾ നമ്മൾ ഇത്രയും കുറച്ച് വലിയ സംഖ്യയൊക്കെ കിട്ടുമ്പോൾ, വലിയ നമ്പർ കിട്ടുമ്പോൾ മക്കൾ ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാക്ടേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് പേടിക്കേണ്ട. ഒരു ഫസ്റ്റ് 2 നമ്പർ നോക്കുക. 90 അല്ലേ. ഫസ്റ്റ് 2 നമ്പർ 90 ആകുമ്പോൾ 90 ആവാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ 90ൻ്റെ ഹാഫ് എത്രയാ? 90ൻ്റെ ഹാഫ് 45 അല്ലേ. അപ്പോൾ 45 ആയിട്ടുള്ള എന്തുണ്ടോ ഒരു മൾട്ടിപ്പിൾ ഉണ്ടോ നോക്കുക. അല്ലെ 90 ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഉണ്ടോ നോക്കുക. അപ്പോൾ 45 ആയിട്ട് ഏതാ? 5 ഇൻറ്റു 9 എത്രയാ? 45 ആണ്. അതിനോട് 2 എത്രയാ? 90 ആയില്ലേ. അപ്പോൾ 90 കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ നോക്കാം. ഇനി ഇതിനോട് ഏത് ഇൻറ്റു ചെയ്യുമ്പോൾ 90യോട് ഏത് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 900 വരിക? 10 അല്ലേ. അപ്പോൾ ഇവിടെ കിട്ടി. ഇനി 180 എങ്ങനെ കിട്ടും നമുക്ക്? 18 കിട്ടാൻ നമ്മൾ നോക്കുക. 2 ഇൻറ്റു 9 ആണ് 18 അല്ലേ. അതിനോട് 10 ഇൻറ്റു ചെയ്യുമ്പോഴാണ് 180 ആവുക. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കോമൺ ഫാക്ടേഴ്സ്? 9 2 10. ഇവിടെ 2 9 10. അപ്പോൾ ഏതാണ് കോമൺ ഫാക്ടേഴ്സ് അല്ലാത്തത്? 5 ആണ്. അപ്പോൾ 900 ഡിവൈഡഡ് ബൈ 180 ഈക്വൽ ടു എത്രയായിരിക്കും? 5 ആയിരിക്കും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 900നെ ആദ്യം നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹാഫ് 450. ഇനി അതിനെ 9 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 50 അല്ലേ. 50. അതായത് 45 നോക്കുക. 45ൽ എത്ര 9 ഉണ്ട്? 5 9 ആണ് 45. അപ്പോൾ ഈ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 59 ആണ് 450. ഇനി 50യെ നമ്മൾ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ബാക്കിയുള്ള
ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 10 × 5 ആണ് 50. അപ്പോൾ ഈ രീതിയിൽ കിട്ടും. ഓക്കെ, 225 ഡിവൈഡഡ് ബൈ 75 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? എത്ര 25 ആണ് പിന്നെ ഇത് വരുന്നത്? എത്ര 25 ആണ്? 9 25 10 25 എന്ന് പറഞ്ഞാൽ 250 ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ 925 ആണ് 225. ഇവിടെ വരുമ്പോൾ 325 ആണ് എന്ത് 75 ആയിട്ട് വരുന്നത്. ഇനി ഈ 9 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 3 × 3 × 25. ഇവിടെ 3 × 25 തന്നെ. അപ്പോൾ ഇതിൽ കോമൺ ഫാക്ടേഴ്സ് നോക്കിക്കുക. 25 25 3 3. ബാക്കി വരുന്ന ഈ ഒരു 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. 225 ഡിവൈഡഡ് ബൈ ആദ്യം ഈ 3 കൊണ്ട് അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 75. ഇനി 75 നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ടു. 75നെ 25 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 3 കിട്ടും. അപ്പോൾ ആ ഒരു 3 തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. മനസ്സിലായ മക്കളെ? അപ്പോൾ 420 ഡിവൈഡഡ് ബൈ 105 ആണ് ക്വസ്റ്റ്യന്. അപ്പോൾ നമുക്ക് 42ൻ്റെ നേരെ ഹാഫ് എടുക്കാം. 21 × 5 എത്രയാ? 105 ആണ് ഇൻറ്റു 4. അപ്പോൾ എത്രയായി? 420 ആയി. ഇവിടെയോ 21 × 5 എത്രയായി? 105 ആയി. അപ്പോൾ ഏത് വരണം ഇതിൻ്റെ ആൻസർ ആയിട്ട്? 21 ഇവിടെ ഉണ്ട്, കോമൺ ഫാക്ടർ 5 ഉണ്ട്. അപ്പോൾ കോമൺ ഫാക്ടർ അല്ലാത്തത് 4 ആണ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആൻസർ ആയിട്ട് 4 കിട്ടണം. അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കല്ലേ. 420 ഡിവൈഡഡ് ബൈ 21 എത്ര വരിക? 420 ഡിവൈഡഡ് ബൈ 21. 21 10 ആണ് എന്ത്? 210. അപ്പോൾ 21 20 ആണ് എന്ത്? 420. ഇനി 20യെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ട്. അപ്പോൾ എത്ര 5 ആണ് 20? 4. അപ്പോൾ ഈ ഒരു ആൻസർ തന്നെയല്ലേ കിട്ടിയത്. അപ്പോൾ അതിലുള്ള കോമൺ ഫാക്ടർ 21ഉം 5ഉം ആണ് അല്ലേ. അപ്പോൾ മക്കൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് 420 ഡിവൈഡഡ് ബൈ 21 ചെയ്യുന്ന സമയത്ത് മക്കൾക്ക് ഡൗട്ട് അടിക്കുക. ഈ 20യിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പഠിച്ചല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. 420 ഡിവൈഡഡ് ബൈ 21. അപ്പോൾ 21ൽ എത്ര 21 ആണ് നോക്കുക. അപ്പോൾ 221 ആണ് 42. ഇനി ഇവിടെ ഒരു 0 ഇറക്കിയിടുമ്പോൾ ഇവിടെ ഒരു 0. ഓക്കെ അല്ലേ? അങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഈ ഒരു പ്രോബ്ലം തന്നെ മക്കൾക്ക് 21 വരുന്ന നേരം വലിയ സംഖ്യയായിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 21നെ നമുക്ക് എന്ത് ചെയ്യാം? 3 × 7 ആക്കാം. 3 × 7 21 അല്ലേ. ഇവിടെയും 3 × 7 ആക്കാം. അപ്പോൾ രണ്ട് ഭാഗത്തും കോമൺ ഫാക്ടേഴ്സ് 3 7 വരുന്നുണ്ട്. ആൻസർ അപ്പോഴും 4 തന്നെ വരണം. അപ്പോൾ ഇവിടെ എങ്ങനെ മാറ്റം വരും? 420യെ ആദ്യം ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമുക്ക് വലിയ സംഖ്യ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ നോക്കുക? ഈ 420 നോക്കാതെ 42 നോക്കുക. 42 നോക്കുന്ന സമയത്ത് 6 × 7 ആണ് 42. അപ്പോൾ ഇവിടെ 6, ഈ ഒരു 0 ഇവിടെ ഉണ്ട്, അതിങ്ങോട്ട് എഴുതുക. അപ്പോൾ 60 × 7 ആണ് 420 എന്ന് പറയുന്നത്. അപ്പോൾ ഇനി 60 എന്ത് ചെയ്യണം? ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് 60യെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്രയാ വരിക? എത്ര 5 ആണ് 60? 12 ആണ് അല്ലേ. ഇനി 12നെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ബാക്കി ഏതാ ഉള്ളത്? 3 ഉണ്ട്. ഇപ്പം 4 × 3 ആണ് ഇത് 12. അപ്പോൾ ഇങ്ങനെയും മക്കൾക്ക് ചെയ്യാം. നമുക്ക് കഴിയുന്നത്ര ചെറുതാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. എങ്ങനെ ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ മക്കളെ ഈ ഒരു പാഠഭാഗം ഇവിടെ വെച്ച് കഴിയുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ പാർട്ട് 1ഉം 2ഉം ഒക്കെ കാണുക, നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.